ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 27:10. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. പുരാതന കാലം മുതൽ ആഫ്രിക്കൻ വനങ്ങളിൽ സിംഹങ്ങൾ ധാരാളമാണ്. അവ ഗ്രാമങ്ങളിൽ കടന്ന് ആക്രമിക്കുക പതിവായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിംഹം അത് താമസിച്ചിരുന്ന ഗ്രാമത്തിന് സമീപമുള്ള ഗ്രാമത്തിൽ കടന്ന് ഒരു പെൺകുട്ടിയെ ആക്രമിച്ചു അവളെ വലിച്ചെഴിച്ചുകൊണ്ടുപോയി. കാണാതായ മകളെ അന്വേഷിച്ച് പുറപ്പെട്ട മാതാപിതാക്കൾ അർത്ഥപ്രാണിയായി അവളൊരു കുറ്റിക്കാട്ടിൽ കിടക്കുന്നത് കണ്ടു. വളരെയധികം പരിക്കുകൾ പറ്റിയിരുന്നതിനാൽ കുട്ടി ജീവിക്കയില്ലെന്ന് കരുതി അവരുടെ ജാതിയുടെ ക്രൂര മര്യാദയനുസരിച്ച് അവളെ വനാന്തർഭാഗത്ത് ഉപേക്ഷിച്ചു. ഭയചകിതയായ പെൺകുട്ടി വലിഞ്ഞെഴിഞ്ഞ് ആ രാത്രിയിൽ ബഹുദൂരം സഞ്ചരിച്ചു. അവസാനം ദൂരെ ഒരു ഭവനത്തിൽ നിന്നും പുറപ്പെട്ട പ്രകാശം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. അതിനോട് സമീപിച്ചു സഹായത്തിനായി ഉച്ചത്തിൽ കരഞ്ഞു. ദയനീയമായ ശബ്ദം കേട്ട ഭവനത്തിൽ പാർത്തിരുന്ന മിഷണറിയും ഭാര്യയും ഓടിവന്ന് അവളെ എടുത്തുകൊണ്ടുപോയി. പ്രഥമ ശുശ്രൂഷകൾ ചെയ്തു. അവളുടെ മുറിവുകളെല്ലാം കെട്ടി. തുടർന്ന് പല ആഴ്ചവട്ടങ്ങൾ അവളെ വാത്സല്യപൂർവ്വം ശുശ്രൂഷിച്ചതിനാൽ അവൾ രക്ഷപ്പെടുവാനിടയായി. മാതാപിതാക്കളുടെ അടുക്കൽ പോകാതെ അവൾ അവരുടെ കൂടെ താമസിച്ചു. മിഷൻ സ്കൂളിൽ പഠിച്ചു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. മിഷണറിയെയും ഭാര്യയെയും അവരുടെ ജോലികാര്യാദികളിൽ സഹായിച്ചു. പ്രായമായപ്പോൾ സമർത്ഥയായ ആ യുവതിയെ മിഷൻ സ്കൂളിൽ അധ്യാപികയായി നിയമിച്ചു. അവളുടെ ഉത്തമ സാക്ഷ്യം മൂലം അവളുടെ ഗ്രാമത്തിൽ അനേകർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ ഇടവിട്ട് ഉണ്ടായി എന്ന് വരാം. ഏതനുഭവത്തിലും യേശു കർത്താവ് സഹായിപ്പാൻ നമുക്ക് സമീപമുണ്ട്. ആരുപേക്ഷിച്ചാലും യേശു നമുക്ക് സമീപമുണ്ട്. അവനിൽ നമുക്ക് ശരണപ്പെടാം. ഇന്നത്തെ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും യഹോവ നമ്മെ ചേർത്തുകൊള്ളും. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോൾ, മറ്റുള്ളവർ ഞങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങളെ ചേർത്തുകൊള്ളുന്ന ഒരു കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി പ്രഭാതത്തിൽ ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ, ധൈര്യം കൈവിടാതെ കർത്താവിൻ്റെ സ്നേഹത്തിൽ എല്ലായ്പ്പോഴും ഞങ്ങൾ ആയിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.